നമസ്കാരം. കേരളത്തിന് പുതിയ ഗവർണറെ കിട്ടി, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നമുക്കറിയാം, ഇതിപ്പോൾ പുള്ളിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കടിച്ചതിനേക്കാൾ വലുതാണല്ലോ അളയിലിരുന്നത് എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ഈ പാമ്പ് പിടുത്തക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഐഡിയയാണ്. കടിച്ചതിനേക്കാൾ വലുതാണ് അളയിലിരുന്നത് എന്ന് പറയുന്നത്. അതേ അവസ്ഥയാണ് സത്യത്തിൽ കേരള സർക്കാരിന് പുതിയ ആർലേക്കർ വന്നപ്പോൾ കിട്ടിയത് എന്ന് പറയേണ്ടി വരും. വേറൊന്നുമല്ല, വളരെ കാര്യക്ഷമമായി വളരെ കാലമായി വളരെ കാലം ബി ജെ പിയിൽ തന്നെ പ്രവർത്തിച്ച് RSSലൂടെയും ബി ജെ പിയിലൂടെയും എന്ന് വേണ്ട സംഘപരിവാറിൻ്റെതായ ശക്തമായ ഒരു അജണ്ടയുള്ള ഒരു വ്യക്തിയാണ് സത്യത്തിൽ ഇത്തവണ നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറായെത്തിയത്. പച്ചയ്ക്ക് പറഞ്ഞാൽ സംഘി. അങ്ങനെയുള്ള ഒരു നേതാവിനെ തന്നെയാണ് ഇത്തവണ നമുക്ക് ഗവർണറായി കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ട് മഹനീയമായൊരു കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ അരസംഖ്യയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം നമ്മൾ കണ്ടതാണ്. നൊട്ടോറിയസ് കണ്ണൂർ എന്ന് പറയെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വേദിയിൽ കയറിയുന്നുകൊണ്ട് പ്രസംഗിച്ച ഒരു നേതാവ്, ഇവിടെ നിന്ന് ഡിവൈഎഫ്ഐക്കാരെ റാസ്കൽസ് എന്ന് വിളിച്ച ഒരു ഗവർണർ. ഇതൊക്കെ നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലാവും. സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ഗവർണർ എന്ന സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ തനിക്കിഷ്ടപ്പെട്ട സംഘപരിവാർ അജണ്ടയുള്ള സെനറ്റ് അംഗങ്ങളെ കുത്തിത്തിരുകാനും VC-മാരെ നിയമിക്കാനും വേണ്ടിയിട്ട് ഇവിടെ അക്ഷീണം പരിശ്രമിച്ച ഒരു ഗവർണർ തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കത്തിനും ഇടയില്ല. ഇടതുപക്ഷത്തിന് യാതൊരു പ്രസക്തിയും കൊടുക്കാതെ ഇവിടുത്തെ അങ്ങനെയുള്ള VC-മാരെ എല്ലാം പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിക്കൊണ്ട് അവിടെ തനിക്കിഷ്ടപ്പെട്ടവരെ മാത്രം നിയമിക്കുന്ന തരത്തിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത് നമുക്കറിയാം. നേതാവല്ല, ഗവർണർ. അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നേതാവെന്ന് തന്നെ പറയേണ്ടി വരും. തീർത്തും ഒരു BJP നേതാവ് ചെയ്യുന്ന അതേ നയം തന്നെയായിരുന്നു അദ്ദേഹം പുലർത്തിക്കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് മുൻപെങ്ങും ഒരു ഗവർണറോട് സമരം ചെയ്തിട്ടില്ലാത്ത തരത്തിൽ, ചരിത്രത്തിൽ എങ്ങും രേഖപ്പെടുത്താത്ത തരത്തിൽ പോലും ആരിഫ് മുഹമ്മദ് ഖാനോട് സമരം ചെയ്യേണ്ട വന്ന ഗതികേടായിരുന്നു സംസ്ഥാന സർക്കാരിന്. വിദ്യാഭ്യാസ സംരക്ഷണ സദസ് ഉൾപ്പെടെയുള്ള സമരമുറകളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഈ തരത്തിൽ ചില മായം കലർത്തലുകൾ നടക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നിരവധി ബില്ലുകൾ തിരിച്ചയക്കുന്നു, ഒപ്പിടാതെ തിരിച്ചയക്കുന്നു, ചിലതൊക്കെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു, തുടങ്ങി നിരവധി നാടകങ്ങൾ കൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം മുട്ടിനിറങ്ങിയാൽ പോലും മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു ഗവർണർ. അത് മാറി. ഗവർണർ മാറുന്നല്ലോ എന്നറിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ കുറച്ചൊന്നുമല്ല സന്തോഷിച്ചത്. പക്ഷേ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കേരളത്തിലേക്ക് എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ സർക്കാരിന് ചില ആശ്വാസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വരവേൽപ്പ് കൊടുത്തത്. ഡിവൈഎഫ്ഐ പിള്ളേർ ടാറ്റ കാണിച്ച് പറഞ്ഞു വിട്ട ആരിഫ് മുഹമ്മദ് ഖാനെ വേണ്ട വിധത്തിൽ ഒരു യാത്രയയപ്പ് കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആർലേക്കർ വന്നപ്പോൾ വിചാരിച്ചു ഇവിടെ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതെ, വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ഉടനെ തന്നെ രാജ്ഭവനിൽ ഒരു VC-മാരുടെ യോഗം വിളിച്ചു ചേർത്തു. VC-മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇവിടുത്തെ രാഷ്ട്രീയ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെ നിലയ്ക്ക് നിർത്തുക. എല്ലാ യൂണിവേഴ്സിറ്റികളിലും, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലർമാരെ വിളിച്ചു ചേർക്കുകയുണ്ടായി. അതിലാണ് പറഞ്ഞത് അവിടെ അക്കാഡമിക കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക, കുട്ടികളുടെ ഗുണത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ മാത്രം യൂണിവേഴ്സിറ്റികൾ നടക്കുക, രാഷ്ട്രീയം പാടില്ല. ആവശ്യത്തിന് മാത്രം രാഷ്ട്രീയം. അവിടുത്തെ ആ രാഷ്ട്രീയം, ക്യാമ്പസ് രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ ഗുണത്തിന് വേണ്ടി മാത്രം ഉപയുക്തമാക്കുന്ന തരത്തിലേക്ക് മാറ്റിമറിക്കുക. അതോടൊപ്പം ഇതുവരെ സെനറ്റ് യോഗങ്ങളിലൊന്നും ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഗവർണറും പങ്കെടുത്തില്ല, ചാൻസലർമാർ. പക്ഷേ ഇനി മുതൽ എല്ലാ സെനറ്റ് യോഗങ്ങളിലും ചാൻസലറെ പങ്കെടുപ്പിക്കണം എന്നുള്ള നിയമം അദ്ദേഹം പറയുന്നു. അതായത് അവിടുത്തെ VC-മാരോടായി ആവശ്യപ്പെട്ടു. ഇനി മുതൽ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല സെനറ്റിൽ ചർച്ച ചെയ്യേണ്ടത്, അക്കാഡമിക കാര്യങ്ങളും ചർച്ച ചെയ്യണം. അതിൽ തൻ്റെ പങ്കാളിത്തം ഉണ്ടാകണം. ബീഹാറിലുണ്ടായിരുന്ന ഏകദേശം 20 യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി. ഇനിയും അവിടെ ഉണ്ടാകാൻ പോകുന്നത് വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗവർണറുടെ പോരിമ തന്നെ ആയിരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം അല്ലെങ്കിൽ തുടക്കമായി തന്നെ ഇതിനെ കാണാൻ സാധിക്കും. താൻ ബീഹാറിലിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 20 യൂണിവേഴ്സിറ്റികളിലും താൻ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്.
ആ സെനറ്റ് യോഗത്തിൽ അവിടെ പങ്കെടുക്കണം. പങ്കെടുത്തിട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും. ഇനിയും വി സിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണ അധികാരം ഇനി വൈസ് ചാൻസലർ, ഈ പറയുന്ന ചാൻസലർക്ക് തന്നെയായിരിക്കും, ഗവർണർക്ക് തന്നെ ആയിരിക്കും എന്ന് കൂടി അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതായത് ശക്തമായ ഇടപെടലായിരിക്കും യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തിൽ ഇനി മുതൽ ഉണ്ടാകുക എന്നും ഗവർണർ സൂചിപ്പിക്കുന്നു. ഇതോടുകൂടി സംസ്ഥാന സർക്കാരിന് ആരിഫ് മുഹമ്മദ് ഖാനോട് പോരാടേണ്ടി വന്നതിൻ്റെ 10 ഇരട്ടി വർദ്ധിത വീര്യത്തോടു കൂടി തന്നെ വേണം ഇനി പോരാടേണ്ടത്. അതായത് പുതിയ ഗവർണറോട് പോരടിക്കേണ്ടത്. അദ്ദേഹം ചെയ്തു വെക്കാൻ പോകുന്ന പല നയങ്ങളും ആ രീതിയിലാണ്. ഇനിയും വലിയ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ചിന്തിക്കുക പോലും ചെയ്യാത്ത മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുക. അതായത് ഇതുവരെ ഒരു യോഗത്തിൽ നമുക്കറിയാം, അവിടെ ഇനിയിപ്പോൾ യോഗത്തിൻ്റെ അധ്യക്ഷൻ എപ്പോഴും ചാൻസലറായിരിക്കും, ഗവർണറായിരിക്കും. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. ഇത് നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പോലും അധ്യക്ഷനായി. പക്ഷേ അന്ന് അതൊരു വലിയ വിവാദമായി മാറിയിരുന്നു, ബിന്ദു അധ്യക്ഷനായതിൻ്റെ പുറത്ത്. ഇനിയിപ്പോൾ എല്ലാ യോഗങ്ങളിലും, സെനറ്റ് യോഗങ്ങളിലും അധ്യക്ഷനായിരിക്കുക ഒരു പക്ഷേ ഇദ്ദേഹമായിരിക്കും. ഇനി ചാൻസലർ തന്നെ ആയിരിക്കും, ഗവർണറായിരിക്കും. ഇതിനു മുമ്പ് അങ്ങനെ ഗവർണറുടെ അഭാവത്തിൽ മാത്രമേ ഇതേക്ക് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വൈസ് ചാൻസലർക്ക് ഇരിക്കാൻ, മന്ത്രിക്ക് പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങൾ ഇനിയിപ്പോൾ ശക്തമായ നിലയിൽ ഇനി കേരളത്തിൽ നടപ്പിലാകാൻ പോവുകയാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റികളുടെ, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അധികാരം ഗവർണറിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ്. ഇനി ഒരു പക്ഷേ ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയം ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ നടപ്പിലാക്കി കഴിഞ്ഞാലും സർക്കാരിന് 2 കൈയും കെട്ടി നോക്കിയിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് വീണ്ടും വിചാരത്തോടെ അതുകൊണ്ട് തന്നെയാണല്ലോ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ കേന്ദ്രം ഇങ്ങനെയൊരു നടപടിയെടുത്തത്. ആരിഫ് മുഹമ്മദ് ഖാൻ അത്ര പോരാ എന്നൊരു പക്ഷേ കേന്ദ്രത്തിന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റികളിലൂടെ ഇവിടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ മാറ്റം, അത് നല്ലതാണോ മോശപ്പെട്ടതാണോ എന്നുള്ളത് കാലം തെളിയിക്കും. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഒരു ആർജവമുള്ള ഒരു നേതാവിനെ തന്നെ ഇങ്ങോട്ട് കെട്ടിയിറക്കിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതിനിപ്പോൾ അടുത്ത കൊല്ലം കഴിയുമ്പോൾ നേരെ UDF സർക്കാർ അധികാരത്തിൽ വന്നിരുന്നാലും ശരി, ഇവിടെ ശക്തമായ ഒരു മാറ്റം ഉണ്ടാകും. അത് ഇനിയിപ്പോൾ UDF-ൻ്റേതാണെങ്കിലും LDF-ൻ്റേതായ സർക്കാരുകൾക്ക് ഇനിയാണ് വമ്പൻ പണി ലഭിക്കാൻ പോകുന്നത് എന്നുകൂടി പറയേണ്ടി വരും. With effort and heart, we build dreams to see the world's light and shadows, to touch hearts and spark connections. A strong start helps every child succeed. Give your child the best foundation they deserve. Balavadi Global Preschool by Padashala. Explore yourself.